നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലപ്പോഴും അനുഗ്രഹങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ജീവിത വിജയങ്ങളുമായി പോകാറില്ലേ? എന്നാൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവം നമ്മളിൽ നിന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന്? യബ്ബേസിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യൂഷ്വലി ഈ വചനം പലരും ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ച് കാണാറുണ്ട്. നല്ല ജോലി, ഫിനാൻഷ്യൽ ഗ്രോത്ത്, നല്ല ഫാമിലി ലൈഫ്. എന്നാൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ അതിരുകൾ വിശാലമാക്കണമേ എന്ന യബ്ബേസിന്റെ പ്രാർത്ഥന നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അതിരുകൾ വിശാലമാക്കണമേ എന്ന പ്രാർത്ഥന ആയിക്കൂടെ എന്ന്? ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് ദൈവം അറിയുന്നുവെന്ന്. നമ്മുടെ ഇന്നലകളെക്കുറിച്ചും നാളെക്കുറിച്ചും ജീവിത പോരാട്ടങ്ങളെക്കുറിച്ചും ദൈവം അറിയുന്നു. എന്നിട്ടും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്കായി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരാകാനല്ല, മറിച്ച് ആത്മീയ വളർച്ചയ്ക്കും ആത്മാവിന്റെ പുതുക്കത്തിനുമായി ദൈവത്തെ അന്വേഷിക്കുന്നവരാകാനാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതലായി ആത്മീയ വളർച്ചയ്ക്ക് പ്രയോറിറ്റി കൊടുക്കാം. കാരണം വചനം പറയുന്നത് ഇങ്ങനെയാണ്: മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. യബ്ബേസ് ദൈവത്തിന്റെ കൈ തൻ്റെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ നമുക്കും ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ സമ്പത്താകേണ്ടത്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നതാകും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ വേരൂന്നിയും അവനിൽ പണിയപ്പെട്ടവരായും വിശ്വാസത്തിൽ സ്ഥിരരായിരിക്കാം. ആത്മീയ ജീവിതം വിശാലമാകുമ്പോൾ മറ്റെല്ലാം ദൈവം യഥാസ്ഥാനപ്പെടുത്തും.